ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയാലോ? ക്യാരറ്റും ചവ്വരിയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എങ്കിൽ ശരി, നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ഒരു ബോളിലേക്ക് 1/4 കപ്പ് അളവിലുള്ള ചവ്വരി അഥവാ സാബുദാന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തൊന്ന് കുതിർത്തെടുക്കാം. ചവ്വരി കുതിർന്നു കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. ഇനി വേണ്ടത് ക്യാരറ്റ് ആണ്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ദാ ഇപ്പോൾ ക്യാരറ്റ് മുഴുവനും ഇങ്ങനെയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്തതിന് ശേഷം നെയ്യിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. പിന്നീട് ഈ നെയ്യിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം കടായിലേക്ക് 1/2 ലിറ്റർ അളവിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ പാലിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചു വന്നാൽ പിന്നെ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള ചവ്വരി ചേർത്ത് കൊടുക്കാം. ചവ്വരി അടിക്ക് പിടിക്കാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ചവ്വരി പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നേരത്തെ വഴറ്റിയെടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 4 ഏലക്കയുടെ കുരു പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പായസം ചൂടോടുകൂടി തന്നെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്.
ദാ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് സാബുദാന ഖീർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.